നമസ്കാരം. ഇലന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പോലീസ് ഡ്രൈവർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ, പോലീസ് ഡ്രൈവർ ബാച്ചിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇ ലേണിൽ ലൈവ് ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു. റെക്കോർഡഡ് ക്ലാസ്സുകൾക്ക് പുറമെ ലൈവ് ക്ലാസ്സുകൾ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട്, അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് തുടങ്ങിയ ഒരു സമ്പൂർണ്ണമായിട്ടുള്ള പാക്കേജ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഇ ലേൺ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ ഡ്രൈവർ കമ്മോയെ, ഫയർമാൻ ഡ്രൈവർ, എക്സൈസ് ഡ്രൈവർ തുടങ്ങിയ വിജയകരമായ ക്ലാസ്സുകൾക്ക് ശേഷം ഇ ലേണിന്റെ പോലീസ് ഡ്രൈവർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടക്കുകയാണ്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മോട്ടോർ വെഹിക്കിൾ ആക്ടുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. എന്താണ് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ, അതുപോലെ തന്നെ എന്താണ് മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്നൊക്കെ ഉള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് കൃത്യമായിട്ട് അത് മനസ്സിലായി കാണും. അതുപോലെ തന്നെ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദ്യം വന്നാൽ ആക്ട് ആണോ അതോ റൂൾ ആണോ എന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുമെന്നാണ് കരുതുന്നത്. കൂടുതൽ സമയം കളയാതെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കിക്കേ, മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങളെ പറ്റിയിട്ട്, പരീക്ഷയ്ക്ക് പല ആവർത്തി ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സെക്ഷനുകളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. നോക്കിക്കേ, പ്രധാനപ്പെട്ട നിയമങ്ങൾ, അതായത് ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന മോട്ടോർ വാഹന നിയമത്തിലെ ചാപ്റ്റർ, ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ചോദ്യം. നോക്കിക്കേ, മോട്ടോർ വാഹന നിയമത്തിൽ ഡ്രൈവിംഗ് ലൈസൻസിനെ പറ്റി പ്രതിപാദിക്കുന്ന ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ ചാപ്റ്റർ 2, രണ്ടാമത്തെ ചാപ്റ്ററിൽ, മോട്ടോർ വാഹന നിയമത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററിലാണ് ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക. ഓരോ പ്രധാനപ്പെട്ട സെക്ഷനുകളെ പറ്റി നമ്മൾ ഇനി പറയുന്നുണ്ട്. നോക്കിക്കേ, ആദ്യത്തെ സെക്ഷൻ നോക്കുക, സെക്ഷൻ 3. മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 3 എന്താണ് പറയുന്നത്? ഡ്രൈവിംഗ് ലൈസൻസിന്റെ അനിവാര്യത. ചിലയിടത്തൊക്കെ നിങ്ങൾ കാണാം ഡ്രൈവിംഗ് ലൈസൻസിന്റെ ആവശ്യകത. രണ്ടും ഒന്ന് തന്നെയാണ്. നോക്കുക, മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 3 പറയുന്നു ഡ്രൈവിംഗ് ലൈസൻസിന്റെ ആവശ്യകത അല്ലെങ്കിൽ അനിവാര്യത എന്താണെന്ന് നോക്കിക്കേ. ആ നോട്ട് വായിച്ച് പറഞ്ഞു തരാം, എക്സ്പ്ലനേഷനും തരാം. പൊതുനിരത്തിൽ വാഹനങ്ങൾ ഓടിക്കുന്നതിനായി ഒരു വ്യക്തിക്ക് സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ശ്രദ്ധിച്ചോണേ, പൊതുനിരത്തിൽ ഒരു വ്യക്തിക്ക് വാഹനം ഓടിക്കണമെങ്കിൽ സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഒരു വ്യക്തിക്ക് പബ്ലിക് റോഡിലൂടെ വാഹനം ഓടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പൊതു ഇടങ്ങൾ എന്ന് നിയമം മൂലം നിഷ്കർഷിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ വാഹനം ഓടിക്കണമെങ്കിൽ വാലിഡ് ആയിട്ടുള്ള, സാധുവായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നാണ് സെക്ഷൻ 3 പറയുന്നത്. ആദ്യത്തെ ചോദ്യം പറയുന്നു, മോട്ടോർ വാഹന നിയമത്തിൽ പൊതുനിരത്തിൽ വാഹനങ്ങൾ ഓടിക്കുവാനായി ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാക്കിയിരിക്കുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 3 പ്രകാരമാണ് എന്ന് ഉത്തരം എഴുതിക്കോണം. അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം പറയുന്നു, മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 3 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഡ്രൈവിംഗ് ലൈസൻസിന്റെ അനിവാര്യത അല്ലെങ്കിൽ ആവശ്യകത. അതായത് പൊതുനിരത്തിൽ മോട്ടോർ വാഹനങ്ങൾ ഓടിക്കണമെങ്കിൽ വാലിഡ് ആയിട്ടുള്ള, സാധുവായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന മോട്ടോർ വാഹന നിയമമാണ് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 3 എന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത് എന്താണെന്ന് നോക്കാം. നോക്കിക്കേ, അടുത്ത സെക്ഷനെ പറ്റി പറയുന്നു മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 4, മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള പ്രായപരിധി. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ എക്സൈസ് ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവർ ക്ലാസ്സുകളൊക്കെ വളരെ വിശദമായിട്ട്, വിശാലമായിട്ടുള്ള ക്ലാസ്സുകൾ നൽകിയിട്ടുള്ള സെക്ഷനുകളാണ് ഇതെല്ലാം. ഇപ്പൊ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 4 മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള പ്രായപരിധിയെ പറ്റി പറയുന്നു. ആദ്യത്തെ ചോദ്യം പിടിച്ചോണം. ആദ്യത്തെ ചോദ്യം പറയുന്നു മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 4 എന്തിനെ പറ്റി പ്രതിപാദിക്കുന്നു? 4 ഓപ്ഷൻ തരും. നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഓപ്ഷൻ എന്താണ്? മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള പ്രായപരിധി. അപ്പോ അടുത്ത ചോദ്യം പറയുകയാണ്, മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള പ്രായപരിധിയെ പറ്റി പറയുന്ന മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 4 ആണ് എന്ന് ഓർത്തോണം. നോക്കുക, മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള പ്രായപരിധിയെ പറ്റി പറയുന്നത് മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 4 ആണെന്നുള്ളത് ഓർത്തു വെക്കുക.
അടുത്ത പോയിന്റ് നോക്കിയേ, പൊതുസ്ഥലത്ത് ഒരു വ്യക്തിക്ക് മോട്ടോർ വാഹനം ഓടിക്കണമെങ്കിൽ 18 വയസ്സ് തികഞ്ഞിരിക്കണം. അപ്പം പൊതുസ്ഥലത്ത് ഒരു വ്യക്തിക്ക് മോട്ടോർ വാഹനം ഓടിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും അയാൾക്ക് 18 വയസ്സ് തികഞ്ഞിരിക്കണം. 18 വയസ്സ് തികഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്ക് പൊതുസ്ഥലത്ത് മോട്ടോർ വാഹനങ്ങൾ ഓടിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും സാധിക്കില്ല. എന്തുകൊണ്ടാണ്? 18 വയസ്സ് തികഞ്ഞിരിക്കണം, സാധുവായ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം. ഓർത്തു വെച്ചോണം. അപ്പോൾ സെക്ഷൻ 3 ഇവിടെ ആപ്ലിക്കബിൾ ആകും. എങ്ങനെ? ഒരു വ്യക്തിക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കണം, അതുപോലെ തന്നെ നിർബന്ധമാണ് സാധുവായ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം എന്നുള്ളത്. അടുത്ത പോയിന്റ് നോക്കിക്കേ, 50 cc കുറഞ്ഞ പവറുള്ള മോട്ടോർ സൈക്കിൾ പൊതുനിരത്തിൽ ഓടിക്കുന്നതിന് 16 വയസ്സ് മതിയാകും. ഇതൊരു പ്രീവിയസ് ഇയർ ചോദ്യമാണ്, പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്, പല പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. നോക്കിക്കേ, ഒരു വ്യക്തിക്ക് 16 വയസ്സുണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് 50 cc കുറഞ്ഞ പവറുള്ള മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുവാൻ സാധിക്കും. അഥവാ 50 cc കുറഞ്ഞ പവറുള്ള മോട്ടോർ വാഹനങ്ങൾ ഓടിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് 16 വയസ്സ് മതിയാകും. പൊതുനിരത്തിൽ മോട്ടോർ വാഹനങ്ങൾ ഓടിക്കണമെങ്കിൽ നിർബന്ധമായും 18 വയസ്സ് തികഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നിർബന്ധമാണ് സാധുവായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം. അടുത്ത പോയിന്റ് നോക്കാം. മോട്ടോർ വാഹന നിയമം സെക്ഷൻ 4-2. എന്താണ് 4-2 പറയുന്നത്? ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുവാനുള്ള പ്രായപരിധിയെ പറ്റി പറയുന്നു. അപ്പം ആദ്യത്തെ ചോദ്യം പറയുന്നു, മോട്ടോർ വാഹന നിയമത്തിൽ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുവാനുള്ള പ്രായപരിധിയെ പറ്റി പറയുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 4-2 ഓർത്തോണം. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 4-2 എന്തിനെ പറ്റി പറയുന്നു എന്ന് ചോദിച്ചാൽ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുവാനുള്ള പ്രായപരിധിയെ പറ്റി പറയുന്നു. 2 ചോദ്യങ്ങൾ ഒരൊറ്റ ടൈറ്റിലിൽ നിന്നും, 2 ചോദ്യങ്ങൾ ഒരേ ഒരു ടൈറ്റിൽ. സെക്ഷൻ 4-2 ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുവാനുള്ള പ്രായപരിധിയെ പറ്റി പറയുന്നു. ഓർത്തു വെച്ചോണം. അടുത്ത നോക്കി, ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുവാനുള്ള കുറഞ്ഞ പ്രായം 20 വയസ്സാണ്. ഈ ചോദ്യം ചോദിച്ച് PSCയുടെ കൈ കുഴഞ്ഞിട്ടുണ്ട്. എന്നാലും ആവർത്തിച്ച് വീണ്ടും ചോദിക്കുന്ന ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കാനുള്ള പ്രായപരിധി 20 വയസ്സാണ്. ഏറ്റവും കുറഞ്ഞ പ്രായപരിധിയാണ് 20 വയസ്സ്. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 5 എന്തിനെ പറ്റി പറയുന്നു? 3, 4 വകുപ്പുകളുടെ ലംഘനത്തിൽ മോട്ടോർ വാഹന ഉടമകളുടെ ഉത്തരവാദിത്തം. ഈ കഴിഞ്ഞ ഒരു പരീക്ഷ ഏതാണെന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. നോക്കിക്കേ, മോട്ടോർ വാഹന ഉടമകളുടെ ഉത്തരവാദിത്വത്തെ പറ്റി പറയുന്ന, മോട്ടോർ വാഹന ഉടമകളുടെ ഉത്തരവാദിത്വത്തെ പറ്റി പറയുന്ന മോട്ടോർ വാഹന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 5 ആണ് എന്നുള്ളത് ഓർത്തോണം. സെക്ഷൻ 3-ഉം സെക്ഷൻ 4-ഉം ലംഘിച്ചാൽ, അതായത് വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുക, വാഹനം ഓടിക്കാൻ പ്രായമില്ലാതെ വാഹനം ഓടിക്കുക, അപ്പൊ ഈ വകുപ്പുകൾ ലംഘിച്ചു കഴിഞ്ഞാൽ, സെക്ഷൻ 3, സെക്ഷൻ 4 ലംഘിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് മോട്ടോർ വാഹന ഉടമകളുടെ ഉത്തരവാദിത്വത്തെ പറ്റിയിട്ടാണ് സെക്ഷൻ 5 പറയുന്നത്. ചോദ്യം വന്നത് ഇങ്ങനെയായിരുന്നു, മോട്ടോർ വാഹന ഉടമകളുടെ ഉത്തരവാദിത്വത്തെ പറ്റി പറയുന്ന മോട്ടോർ വാഹന നിയമം ഏത്? 3, 4, 5, 6 ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ സി 5 ആയിരുന്നു ഉത്തരമായിട്ട് വന്നത്. സെക്ഷൻ 5 നോക്കുക. എപ്പോഴാണ് ആ ഉത്തരവാദിത്തത്തെ പറ്റി പറയുന്നത്? ഒരു മോട്ടോർ വാഹനത്തിന്റെ ഉടമ അല്ലെങ്കിൽ അതിന്റെ ചുമതലയുള്ള വ്യക്തി സെക്ഷൻ 4, സെക്ഷൻ 3 എന്നിവയിൽ പ്രതിപാദിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കാത്ത മറ്റു വ്യക്തികൾക്ക് വാഹനം ഉപയോഗിക്കുവാൻ നൽകരുത്. അപ്പോൾ എന്താണ് ഒരു മോട്ടോർ വാഹന ഉടമയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്? സെക്ഷൻ 4, സെക്ഷൻ 3 എന്നിവയിൽ പ്രതിപാദിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കാത്ത മറ്റു വ്യക്തികൾക്ക് വാഹനം ഉപയോഗിക്കുവാൻ നൽകരുത്. അതായത് ഒരു മോട്ടോർ വാഹന ഉടമ അല്ലെങ്കിൽ മോട്ടോർ വാഹനത്തിന്റെ ചുമതലയുള്ള വ്യക്തി യാതൊരു കാരണവശാലും ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് വാഹനം ഉപയോഗിക്കുവാൻ നൽകരുത്. ആദ്യത്തെ പോയിന്റ് പറയുന്നു, ഒരു മോട്ടോർ വാഹനത്തിന്റെ ഉടമ അല്ലെങ്കിൽ ചുമതലയുള്ള വ്യക്തി, ആ വ്യക്തി ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത, സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത മറ്റൊരു വ്യക്തിക്ക് യാതൊരു കാരണവശാലും മോട്ടോർ വാഹനം ഉപയോഗിക്കുവാൻ നൽകരുത്. അതുപോലെ തന്നെ വീണ്ടും പറയുകയാണ്, വാഹനം ഓടിക്കുവാൻ പ്രായമില്ലാത്ത ഒരു വ്യക്തിക്ക്, അതായത് നിശ്ചിത പ്രായപരിധി ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും വാഹനം ഉപയോഗിക്കുവാൻ നൽകരുത്. അപ്പൊ ഈ 2 കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 5 ഉടമകളുടെ ഉത്തരവാദിത്വത്തെ പറ്റി പറയും.
അടുത്ത നോക്കിയേ, മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 6 എന്തിനെ പറ്റി പറയുന്നു എന്ന് നോക്കാം. നിലവിൽ പ്രാബല്യത്തിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് കൈവശമുള്ള ഒരു വ്യക്തിയും ലേണേഴ്സ് ലൈസൻസോ 18-ാം വകുപ്പിലെ വ്യവസ്ഥകൾ പ്രകാരം നൽകപ്പെട്ട ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ 139-ാം വകുപ്പ് പ്രകാരം ഉണ്ടാക്കിയ ചട്ടങ്ങൾക്കനുസൃതമായി വാഹനം ഓടിക്കുവാൻ അധികാരം നൽകുന്ന രേഖയെ ഒഴികെ മറ്റൊരു ഡ്രൈവിംഗ് ലൈസൻസും കൈവശം വയ്ക്കുവാൻ പാടുള്ളതല്ല. ഇത് വായിച്ചെടുക്കുമ്പോഴത്തേക്കും വലിയ എന്തോ ഭീകരമായിട്ടുള്ള കാര്യം പഠിക്കുന്നത് പോലെ ഉണ്ടാകും. അത്രയൊന്നുമില്ല, പേടിക്കേണ്ട കാര്യമില്ല. നിലവിൽ ഇത് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്ന് കരുതുക. അങ്ങനെ വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് കൈവശമുള്ള ഒരു വ്യക്തി ആ സമയം മറ്റൊരു ഡ്രൈവിംഗ് ലൈസൻസ് കൈവശം വയ്ക്കുവാൻ പാടുള്ളതല്ല. അതായത് ഉത്തമ വേറൊന്നുമല്ല, ഒരു വ്യക്തിക്ക് ഒരു സമയം ഒന്നിലധികം ഡ്രൈവിംഗ് ലൈസൻസുകൾ ഉണ്ടായിരിക്കുവാൻ പാടില്ല എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നിലവിൽ ഒരു വ്യക്തിക്ക് സാധുവായ വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് കൈവശമുണ്ട്. അങ്ങനെ വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഒരിക്കൽ ഒരാൾക്ക് ഉണ്ടെങ്കിൽ അയാൾ മറ്റു ഡ്രൈവിംഗ് ലൈസൻസുകൾ കൈവശം വയ്ക്കുവാൻ പാടില്ല. ചെറിയൊരു എക്സെപ്ഷൻ പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കിക്കേ, ലേണേഴ്സ് ലൈസൻസോ 18-ാം വകുപ്പിലെ വ്യവസ്ഥകൾ പ്രകാരം നൽകപ്പെട്ട ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ 139-ാം വകുപ്പ് പ്രകാരം ഉണ്ടാക്കിയ ചട്ടങ്ങൾക്കനുസൃതമായി വാഹനം ഓടിക്കുവാൻ അധികാരം നൽകുന്ന രേഖയോ ഒഴികെ, അതൊന്ന് ഓർത്തു വെച്ചിരുന്നാൽ മതി. ലേണേഴ്സ് ലൈസൻസ് 18-ാം വകുപ്പ് 139-ാം വകുപ്പ് ഇത് പ്രകാരമുള്ള രേഖയോ ഒഴികെ മറ്റൊരു ലൈസൻസ് കൈവശം വെക്കാൻ പാടില്ല. ഒരാൾക്ക് ഒന്നിലധികം ഡ്രൈവിംഗ് ലൈസൻസ് കൈവശം വെക്കുവാൻ പാടില്ല എന്ന് പറയുന്ന മോട്ടോർ വാഹന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 6 പറയുന്നു ഒരാൾക്ക് ഒരു സമയം ഒന്നിലധികം ഡ്രൈവിംഗ് ലൈസൻസുകൾ ഉണ്ടായിരിക്കുവാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരിക്കൽ കൂടി പറയാം, ഒരിക്കൽ ഒരാൾക്ക് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ പിന്നീട് വീണ്ടും ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കുവാൻ പാടില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. അടുത്ത പോയിന്റ് നോക്കിക്കേ. ഒരാളുടെ പേരിൽ, ആ നിയമത്തിന്റെ വിശദീകരണമാണ് പറയുന്നത്, ഒരാളുടെ പേരിൽ നിലവിൽ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അയാൾക്ക് മറ്റൊരു ഡ്രൈവിംഗ് ലൈസൻസ് കൂടി എടുക്കുവാൻ നിയമപരമായി അനുവാദമില്ല. മനസ്സിലായോ? അടുത്ത പോയിന്റ് നോക്കിക്കേ. എന്നാൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ ഇളവുകളുണ്ട്. നിയമത്തിലെ 18-ാം വകുപ്പ് പ്രകാരമുള്ള പ്രത്യേക ലൈസൻസുകൾ അയാൾക്ക് കൈവശം വയ്ക്കാം. അതുപോലെ തന്നെ 139-ാം വകുപ്പ് പ്രകാരം വാഹനം ഓടിക്കുവാൻ അനുമതി നൽകുന്ന പ്രത്യേക രേഖകൾ കൈവശം വെക്കാം. 18, 139 ഒന്ന് ഓർത്തു വെക്കുക. എന്തൊക്കെയാണെന്ന് നമ്മുടെ സിലബസിൽ കൃത്യമായിട്ട് പറയുന്നില്ല, നമുക്കത് പഠിക്കേണ്ട കാര്യവുമില്ല, അതുകൊണ്ട് മാത്രം വിട്ടുകളയുന്നു. അപ്പോ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ നിയമങ്ങൾ 1 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ വളരെയധികം സാധ്യത കൂടുതലാണ്, വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അവിടുന്ന് നമ്പർ എടുക്കുക, കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ, കൂടുതൽ ആൾക്കാരും ജോലിക്കൊക്കെ പോകുന്നവരാണ്, അപ്പൊ അവരുടെയും കൂടി സമയത്തിനനുസരിച്ചുള്ള ലൈവ് ക്ലാസ്സുകൾ, ഇൻ കേസ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡഡ് വേർഷനുകൾ തുടങ്ങി നോട്ട്സ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ് തുടങ്ങി നിങ്ങളുടെ പരീക്ഷയ്ക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിൽ അവൈലബിൾ ആണ്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.